എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ നമ്മുടെ കടലൂർ ഗ്രാമക്കാഴ്ചയുടെ അടുത്ത ലൊക്കേഷനിലേക്ക് പോവാം അല്ലേ? ഓക്കെ. പോവാ കാറിലാ പോണ്? അല്ല, കാർമുക്കേ പാറപ്പുറത്ത് കൊണ്ടുപോയി നിർത്താം. അതെ, എന്നിട്ട് നടന്നിട്ട് വീഡിയോ എടുക്കാം. വണ്ടി ഞാൻ എടുക്കണ അങ്ങനെ നമ്മള് കഴിഞ്ഞ വീഡിയോയിൽ നമ്മള് പോയത് എൻ്റെ ബാക്കിൽ കാണുന്ന ഈ സ്ഥലമാണ്. ഈ സ്ഥലം അത് പഴഞ്ഞി പോണ റോഡ്. ഇത് ഞങ്ങളുടെ കടവല്ലൂര്, അമ്പലനട, കുന്നോളം, തൃശ്ശൂർ, കോഴിക്കോട് ഇങ്ങനെ പോയാൽ നാഷണൽ ഹൈവേയിലേക്ക് എത്തും. ഒരു 5 മിനിറ്റ് നടന്നാൽ നാഷണൽ ഹൈവേയിലേക്ക് എത്തും. അങ്ങനെ ആ വഴിയാണിത്. അപ്പം നമ്മൾ പാറപ്പുറത്തും ഇവിടെ കാതർക്കാൻ്റെ ഒരു കടയുണ്ട്, നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ അവിടെ നിന്ന് കയറാം. നമുക്ക് കാതർക്കൻ്റെ കടയിലേ ഈ കാണുന്നത് തന്നെയാ കട. ഓക്കെ, അവിടെ എന്തൊക്കെ ഉണ്ട് എന്നൊന്ന് പോയി നോക്കാം. ഓക്കെ. കാതർക്കൻ്റെ കട എന്ന് പറഞ്ഞാൽ ഹൈപ്പർ മാർക്കറ്റ് ഒന്നും അല്ല കേട്ടോ, ചെറിയൊരു കടയാണ്. ഫ്രണ്ടാണ്. അതെ, അവിടെ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ട് നോക്കാം. ഇതാണ് നമ്മുടെ പാറപ്പുറം സെന്റർ. ഞങ്ങളിങ്ങനെ വീഡിയോ നമ്മുടെ ഫ്രണ്ടാണ് കേട്ടാ. ഇതാണ് നമ്മുടെ കാതർക്കാന്റെ കട. ഇതാണ് നമ്മൾ എപ്പോഴും പറയുന്ന കാതർക്കാന്റെ കട. ഇതാണ് നമ്മുടെ കാതർക്ക. പഴയൊരു കമ്പനിക്കാരനാ, പഴയൊരു ഡ്രൈവർ. ഞങ്ങളപ്പോ കാതർക്കാനൊന്ന് കാണാന്ന് വിചാരിച്ച് വന്നു. ഇതാണ് നമ്മുടെ കാതർക്ക. എന്താണ് നമ്മുടെ സത്യം? പഴയ ഒരു കൂട്ടുകാരനാ, ചെറുപ്പം മുതലേ കളിക്കൂട്ടുകാരൻ. എന്ന് മുതല് ഞങ്ങളിപ്പോ ചെറുപ്പം നമ്മള് ട്രൗസറിട്ട് ഇറങ്ങണ പ്രായത്തില്. അതെ, 82 ഞാൻ കാർ ഓടിക്കാൻ തുടങ്ങിയിട്ട് ഇവിടെ. അന്ന് നമ്മള് വർത്താനം പറഞ്ഞ് ടൈം പാസ് ചെയ്യുന്ന സ്ഥലമാണ് നമ്മുടെ പാറപ്പുറം. അതെ, അതെ, മരങ്ങാട് ഞങ്ങൾ കഴിഞ്ഞ വീട്ടിൽ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെന്താ, ഇന്ന് ഷോപ്പിൽ പോയില്ലേ? സാധനം എടുക്കാൻ പോയില്ലേ? വന്നൂല്ലേ? അങ്ങനെ കടവല്ലൂരത്തെ ഒരു ബ്ലോഗറായ മിനിയും സത്യനാണ് ഇപ്പോൾ നമ്മുടെ കടയിലുള്ളത്. അവരെ പ്രോത്സാഹിപ്പിക്കുക. ജസ്റ്റ് ഒരു ചെറിയ സൂപ്പർ മാർക്കറ്റ്, നാട്ടിൻ പ്രദേശത്തെ പച്ചക്കറി എല്ലാ സാധനവും. വീട്ടാവശ്യത്തിന് ബേക്കറി ഉണ്ട്. ഇന്നുണ്ട് ഇവിടെ. സാധനമൊക്കെ കൊടുന്ന് വെച്ചിട്ടുള്ളോ? പച്ചക്കറികള് എല്ലാം ഉണ്ട്. ഇത് നടക്കിലേക്ക്, നടക്കി പോണ വഴിയാണിത്. അതെ, ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോയാൽ നമ്മുടെ അമ്പലത്തിലേക്ക് പോണ. അതെ, കടലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം. പൈപ്പ് പൊട്ടിയിട്ടേ, പൈപ്പ് പൊട്ടിയതാന്ന് തോന്നുന്നു. വെള്ളം ഇങ്ങനെ വരുന്നുണ്ട്. ഇതാ കുമ്പള കുത്തി ഇങ്ങനെ വരുന്നുണ്ട. ശരിയടാ. അങ്ങനെ ഇനി ഇവിടെ നമ്മുടെ ഒരു ഫ്രണ്ട് ഡിക്സന്റെ വീടുണ്ട്. അപ്പോൾ ആ ഡിക്സന്റെ വീടൊന്ന് കാണിക്കാം. നെല്ലുത്ത് മില്ലാണ് കേട്ടാ, ഷാജിയുടെ നെല്ലുത്ത് മില്ല്. ഇതാണ് നമ്മുടെ ഡിക്സന്റെ വീട്. അങ്ങനെ ഇതാണ് നമ്മുടെ നടക്കിലെന്ന് പറഞ്ഞ സ്ഥലം. ആ കാണുന്ന സ്ഥലമാണ് അമ്പലനട സെൻറ്റർ. ഇതാണ് നമ്മുടെ കടവല്ലൂർ അമ്പലനട സെൻറ്റർ. ഇവിടുന്ന് നമ്മൾ ഈ ഓട്ടോറിക്ഷ വരുന്നിടത്ത് പോയ ക്ഷേത്രം ഹൈവേ. ഇതിവിടെ ഒരു മില്ലുണ്ട്, കൊപ്ര ആട്ടുണ്ട്, അരിപ്പൊടി,
പൊടിച്ചു കൊടുക്കുന്നുണ്ട്, അരി അങ്ങനെയുള്ളതൊക്കെ. പിന്നെ ഇത് മുസ്ലിം പള്ളി, കുറച്ചപ്പുറത്ത് ക്രിസ്ത്യൻ പള്ളി. അങ്ങനെ ഇത് പടിഞ്ഞാറ്റുമുറി പോണ വഴി, ഇത് പഴഞ്ഞി, ഇത് കടവൻ്റെ അമ്പലം. ഓക്കെ, അപ്പൊ നമുക്ക് അമ്പലത്തിന്റെ അങ്ങോട്ട് പോവാം. നമുക്ക് അമ്പലത്തിലോട്ടേക്ക് പോവാം. ഇതിലൊക്കെ വരട്ടെ. ഇവിടുന്ന് ഇപ്പോൾ നമ്മൾ കടവല്ലൂർ സെൻറ്ററിൽ നിന്ന് നടന്നു വന്നു. ഇനി ഇങ്ങനെ വന്നിട്ട് വന്നാല് നേരെ ഇത് നാഷണൽ ഹൈവേ, ഇങ്ങോട്ട് പോയ ഹൈവേ ആണ്, നാഷണൽ ഹൈവേ ആണ് ഇത്. ഇങ്ങോട്ട് പോയ അമ്പലമാണ് നമ്മുടെ കടവല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം. അതെ, അതാണ് ഇത് കല്ലുംപുറം പോണ വഴി. കല്ലുംപുറം കുന്നംകുളം. കുന്നംകുളം അങ്ങനെ പോകണം. അതെ, ഇത്ര അടുത്ത, ഇവിടെ എല്ലാം ചുറ്റുപാട് തന്നെ, എല്ലാം അടുത്തടുത്താ. അതെ ഇവിടെ ജോണാണ് പോണത്. ഇവിടെ എക്സസൈസ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അമ്പലത്തിക്ക് ഇങ്ങനെ കടക്കണ എൻട്രിയില് ഇതൊക്കെ ഉണ്ട്. ഇവിടെ വീട് പണി നടക്കുന്നുണ്ട്, അതുകൊണ്ട് ഇവിടെയൊക്കെ അഴുക്ക. ഇവിടെ നേരെ കാണുന്ന ക്ഷേത്രം നമ്മൾക്ക് ശ്രീരാമസ്വാമി ക്ഷേത്രം. ഇവിടേക്ക് ഞങ്ങൾ എപ്പോഴും വരുന്ന, നടന്ന് വരുന്ന ദൂരേ ഉള്ളൂ ഇവിടേക്ക്. അതെ, ഇപ്പൊ അങ്ങോട്ട് കേറുന്നില്ല. എന്താന്ന് വെച്ചാല് ഇപ്പൊ നമ്മള് രാവിലെ വരുന്നെന്ന് പറഞ്ഞ ഇപ്പൊ നട അടച്ചിരിക്കുകയാണ്. അകത്തേക്കൊന്നും ഇപ്പൊ പോവാൻ പറ്റുമോ? ഇപ്പൊ ഇല്ലില്ല, ഇപ്പൊ അടച്ചിരിക്കുക. അതന്നെ, 12 മണിയാവാറായില്ലേ. അങ്ങനെ ഞങ്ങളുടെ അമ്പലമാണ് ഇത്. പിന്നെ ഇവിടെ ഈ അമ്പലത്തിന് കുറച്ച് പ്രത്യേകതയൊക്കെ ഉണ്ട്. അതായത് നവംബർ 14 ഒരു അന്യോന്യം എന്ന് പറഞ്ഞിട്ടൊരു പൂജ ഉണ്ട്. അതെ, ആ പൂജ എന്ന് പറഞ്ഞാൽ 10 ദിവസം നീണ്ടു നിൽക്കും. അതൊരു പ്രത്യേക തരം പരിപാടി. അത് കേരളത്തിൽ ഇവിടെ മാത്രമല്ല, മനസ്സിലായി. അതിന് പ്രമുഖ വ്യക്തികളൊക്കെ വരുന്ന കേന്ദ്രമന്ത്രിമാരൊക്കെ വരാറുള്ള ഒരു സംഭവമാണത്. 10 ദിവസം സ്റ്റേജ് പ്രോഗ്രാം, അങ്ങനത്തെ എല്ലാ പരിപാടിയുള്ളൊരു പ്രോഗ്രാമാണ് നവംബർ. പിന്നെ ജനുവരി ലാസ്റ്റോട്ട് വിട്ട് ഏകാദശി, ഇവിടെ ഏകാദശിയാണ്. അങ്ങനെ കോളമൊക്കെ ഞാൻ പിന്നെ കാണിച്ചിട്ടുണ്ട് വീഡിയോയിൽ. ചെണ്ടയുടെ കോലല്ലേ? ചെണ്ട ഇല്ല, കോലുണ്ട്. അല്ല, ഇവിടെ ചെണ്ട കൊട്ട് പഠിക്കുന്നുണ്ട്. അതിന്റെ ഇതാണിത്. നമ്മുടെ ഇവിടെ പഞ്ചവാദ്യം, ചെണ്ട കൊട്ട്, ഡാൻസ് എല്ലാം പഠിപ്പിക്കുന്നുണ്ട് കേട്ടാ ഈ അമ്പലത്തിന്റെ പരിസരത്ത്. മോന്റെയാണ്, മനസ്സിലായി. അത് മോന്റെ ആയിരുന്നു. ഇവിടം വരെ വന്നാലേ ഏതായാലും അമ്പലക്കുളം ഉണ്ട്, അതൊന്നും കണ്ടിട്ട് ഒരിക്കൽ കണ്ടതാണ്. ഇപ്പൊ നല്ല വെള്ളം ഉണ്ടാവും, മഴ പെയ്തോണ്ട്. അന്ന് വെള്ളം ഉണ്ടായിരുന്നില്ല അല്ലേ? അന്ന് വെള്ളം കുറവായിരുന്നു. ഓക്കെ, അപ്പൊ ഒന്ന് നോക്കിട്ട് വരാം. ഒന്ന് നോക്കിയേ, വെള്ളം നിറഞ്ഞു. അന്ന് ഇതാ നിലം കണ്ടില്ല, അത്ര വെള്ളം ഉണ്ടായിട്ടില്ല. അന്ന് വളരെ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഏതായാലും നമ്മളിപ്പോ കാണിക്കാൻ തോന്നിയതായി. നല്ല വെള്ളം ഉണ്ട്. അപ്പുറത്താരും കുളിക്കാറുണ്ട് കടവില്. ഈ അറ്റം മുതല് ചാടി കുളിക്കാൻ നല്ല സുഖല്ലേ? അറ്റം വരണ്ട, ഇനി കുളിക്കണം, ചാടി കുളിക്കണം വന്നിട്ട്. വെള്ളം നല്ല വെള്ളമായി മിനിയെ. അന്ന് അപ്പുറമൊക്കെ നിലം കാണുമായിരുന്നു, തീരെ വെള്ളം ഉണ്ടായിട്ടില്ല. നല്ല വെള്ളം ഞങ്ങളേ മിനിയെ പഴയ കാലത്ത് ഇവിടെ നിന്ന് ചാടിയിട്ട് ആ തെങ്ങും തോപ്പില് ചെന്നിരിക്കും. ഞങ്ങള് തന്നെ കുറച്ച് കൂട്ടുകാരൊക്കെ കൂടിയിട്ട് അങ്ങനെയൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു. നല്ല സുഖല്ലേ ഇവിടുന്ന് അവിടെ പേര് നീന്തേ? പിന്നെ നല്ലൊരു ഇതാ നീന്തി കുളിക്കുന്നവർക്ക്. അല്ല, വിഷുവിന് ആറാട്ട് നടന്നപ്പോഴേ കംപ്ലീറ്റ് ക്ലീൻ ആക്കിണ്ടായിരുന്നു ചേട്ടാ. നീന്തി കുളിക്കുന്നവർക്കാ, എനിക്കറിയില്ല നീന്താനത്. നിനക്ക് നീന്തറിയില്ല? എനിക്ക് പേടിയാ. നീന്ത ഇവിടെ പഠിക്കാം, നമുക്ക് ഇവിടെ പഠിക്കാല്ലേ? അത് നമുക്ക് പഠിക്കാൻ വന്നാലോ? പഠിക്കാലോ. ഇവിടെ നമ്പൂരിയക്കന്മാര് ഒക്കെ അമ്പലത്തിലെ പൂജാരികളൊക്കെ കുളിക്കുന്ന സ്ഥലമാണ്. നമുക്കും കുളിക്കാട്ടോ, പ്രശ്നമില്ല, ആർക്കും തന്നെ കുളിക്കാം. ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അങ്ങനെ ഇനി നമ്മള് കടവല്ലൂർ അമ്പലത്തിൻ്റെ അവിടുന്ന് നേരെ നാഷണൽ ഹൈവേയിൽ എന്നുവെച്ചാൽ ഹൈവേ ക്ഷേത്രം ബസ് സ്റ്റോപ്പ് അവിടേക്ക് ഇനി പോകണം. അങ്ങനെ ഞങ്ങൾ ഹൈവേയിലെത്തി. നമ്മുടെ അമ്പലത്തെ കവാടമാണ് ഇത് ഈ കാണുന്നത്. അമ്പലത്തിൻ്റെ കവാടം. കവാടം എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ഇതാക്കിയിട്ട് കാണാം. കവാടം കാണിച്ചു തരാം അല്ലേ? ഇത് കുന്നംകുളം പോണ റോഡ്. കുന്നംകുളം, തൃശ്ശൂർ, എറണാകുളം, തിരുവനന്തപുരം. ഇത് ചങ്ങരംകുളം, എടപ്പാള്, കോഴിക്കോട്,
ഇങ്ങനെ ബോംബെ വരെ പോവാം ഈ റോഡ് ഹൈവേ. അങ്ങനെ വന്നാൽ നമ്മുടെ അമ്പലത്തിൻ്റെ ഒരു ഗേറ്റ് ഉണ്ട് ഇവിടെ, കടലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൻ്റെ ഗേറ്റ് ഇവിടെ ഹൈവേയിൽ വെച്ചത്. ഇത് കടവല്ലൂർ ഓട്ടോ പാർക്കാണ്. ഇതാണ് ഓട്ടോറിക്ഷ സ്റ്റാൻഡ്. ഇതിവിടെ പക്ഷെ രാജുഭായി ഇവിടെ ഇരിക്കുന്നുണ്ട്. രാജുഭായി ഇത് നമ്മുടെ ഹുസൈൻ, നമ്മുടെ അയൽവാസി. എങ്ങനെയുണ്ട് ഓട്ടോക്കെ? അതെ, ഓട്ടോ ചാർജ്. പിന്നെ മഴയും മഴയും ഇവിടെ അബ്ദുറഹ്മാൻ ഇവിടെ ഇരിക്കുന്നുണ്ട്, ഇവിടെ അയൽവാസി. ഭക്ഷണം കഴിച്ചാ? ഇതാണ് നമ്മുടെ മിന്നൂസ്. മിന്നൂസ് ഇവിടെ അത്യാവശ്യം എല്ലാ സാധനവും ഷോപ്പാണ് ഇവിടെ. ഇവിടെ എല്ലാം ഉണ്ട്, സ്റ്റേഷനറി, വെജിറ്റബിൾ എല്ലാം. ഹൈവേയിൽ ബസ് ഇറങ്ങുക, ഇവിടെ ഷോപ്പിംഗ് ചെയ്യാൻ പോവുക, അങ്ങനെയാണ്. മിന്നൂസ് എന്ന് പറഞ്ഞാൽ അവർക്ക് കേട്ടിട്ടുണ്ടാവും, നിങ്ങള് ബസ്സിൽ വെച്ചിട്ട് പരിചയപ്പെടുത്തിയില്ലേ നമ്മള് ടൂറ് വീഡിയോയില്, അതിൽ അവരുണ്ടായിരുന്നു, ഫാമിലി ഉണ്ടായിരുന്നു. അവരെ ഉണ്ണിഭായി ഉണ്ടാവും അവിടെ. ഇതാണ് ഉണ്ണിയേട്ടൻ, ഇതാണ് മിന്നൂസിന്റെ സാരഥി ഉണ്ണിയേട്ടൻ. അങ്ങനെ ഇവിടെ ഒരായി പറഞ്ഞോളൂ. അങ്ങനെ ഞാൻ മിഞ്ഞാന്നൂടെ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ക്ലോത്ത്, ബേക്കറി എല്ലാം ഉണ്ട്, എവരിത്തിങ്. പാത്രങ്ങൾ, അപ്പുറത്തൊരു കമ്പാർട്ട്മെന്റ് ഉണ്ട് പാത്രങ്ങൾ. അത് അപ്പുറത്ത് അതിലേ പോണോ? ഫാൻസി കടയുണ്ട്, അവിടെ പോയി കാണാവാ. നമുക്ക് മുകളിൽ പോയി നോക്കാം. ഫാൻസി ഐറ്റംസ് ഉണ്ട് ഇവിടെ. ഫാൻസി താഴത്തല്ലേ? ഇത് പാത്ര ഐറ്റംസ്. നമുക്ക് പോയി നോക്കാം, എന്തായാലും നോക്കാം. ഇവിടെ പാത്രങ്ങൾ, ഇവിടെ അത്യാവശ്യം എല്ലാ പാത്ര ഐറ്റംസ് ഒക്കെ ഉണ്ട്. അതെ അതെ. പ്ലാസ്റ്റിക് അല്ല, വാഴയുടെ അല്ല, പ്ലാസ്റ്റിക്കിന്റെ. ഇതിന്റെ നേരെ താഴെയാണ് കേട്ടോ ഫാൻസി കട. അവിടെ എന്തൊക്കെ ഉണ്ട് നോക്കവാ. ഇതാണ് ഫാൻസി കട. ഇവിടെ എല്ലാം ഉണ്ട് കേട്ടാ, വള ഇതൊക്കെ, മേക്കപ്പ് ഐറ്റംസ് എല്ലാം ഉണ്ട്. ഹൈവേയിൽ ബസ് ഇറങ്ങുക, മിന്നൂസിൽ കയറുക, ഷോപ്പിംഗ് ചെയ്യുക. അതെ അല്ലേ? അല്ലേ അങ്ങനല്ലേ? അല്ല വേണ്ടിട്ടാ അത്യാവശ്യം എല്ലാം ഉണ്ട്. പാത്രം വേണമെങ്കിൽ പാത്രം ഉണ്ട്, എല്ലാ ഐറ്റംസും, മേക്കപ്പ് ഐറ്റംസ് എവരിതിങ് എല്ലാം ഉണ്ട്. കമ്മല്, മാല എല്ലാം, വളകള്. ആള് ഭക്ഷണം കഴിക്കാൻ പോയിണ്ടാവില്ലേ? ക്ലിപ്പ്, എല്ലാ ഐറ്റംസ് ഉണ്ട്. അതാണ് ബസ് സ്റ്റോപ്പ്. പിന്നെ അവിടെ കുറെ ഷോപ്പുകൾ എല്ലാം ഉണ്ട്, ബിൽഡിങ്, റെസ്റ്റോറൻറ്റ്. ഇനി നമ്മൾ പോണത് വടക്കുമുറി എന്ന് പറയും, കടവല്ലൂർ വടക്കുമുറി. അതാ ഹൈവേന്ന് ഇങ്ങനെ വരുമ്പോൾ ഇത് വടക്കുമുറി പോണ റോഡാണ്. പിന്നെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ക്ഷേത്രമേടയുടെ എൻ്റെ അച്ഛന് ഷോപ്പ് ഉണ്ടായിരുന്നു ഒരു 40-45 കൊല്ലം മുന്നേ. അപ്പോൾ അന്നത്തെ കാലത്ത് ഇവിടെ ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന ഇപ്പോൾ മിനി നടന്നു പോണ മിനി നിക്കണ ഇതുവരെ ഉണ്ടായിരുന്നു. ഇവിടുന്നാണ്ട് ഒരു വരമ്പായിരുന്നു, നടക്കാനുള്ള വരമ്പ് മാത്രം. വരമ്പല്ലേ ഇപ്പൊ അങ്ങോട്ട് കാഴ്ച കണ്ടു. ഇപ്പൊ നോക്കിയേ, ഇപ്പൊ റോഡ് ഇതിൽ കൂടെ നേരെ ചാലിശ്ശേരിക്ക് പോവാ, പാലക്കാട് പോവാ, അങ്ങനെ. ഇത് വടക്കുമുറി ലാസ്റ്റ് പോണ റോഡാ. ഞാൻ സത്യത്തിൽ അതിന് ശേഷം ഇപ്പോൾ ആദ്യമായിട്ടാണ് വരുന്നത് ഇവിടെ.
നോക്കിയേ ഹൈവേ കൂടെ വണ്ടി പോകണണ്ടാ കോഴിക്കോട് എന്താ മിനിയെ ഞാന് ഇവിടെ അച്ഛന് കടലുള്ള കാലത്തേ ഞാൻ അന്ന് ചെറിയ പ്രായം 10-15 വയസ്സ് 14 വയസ്സ് പ്രായത്തില് ഇതാ ഈ സ്ഥലല്ലേ ഇവിടെ പച്ചക്കറി ഉണ്ടാക്കാറുണ്ട് ഞാൻ. അന്ന് ഇവിടെ ഒരു ചെറിയൊരു കിണറുണ്ടായിരുന്നു. അതിൽ നിന്ന് ഞങ്ങൾ വെള്ളം കുടിക്കുകയൊക്കെ ചെയ്യാം. കാരണം വെച്ചാൽ പച്ചക്കറിനകത്ത് വേർത്ത് കളച്ചിട്ടൊക്കെ ആയിട്ട് അങ്ങനത്തെ ഒരു ബന്ധം കൂടിയിട്ട് നമുക്ക് എനിക്ക് ഈ ഒരു പാടത്തിനോടുണ്ട് തമ്മിലൊരു ബന്ധമുണ്ട് അല്ലേ? അങ്ങനെ ഒരു ബന്ധമുണ്ട്. അങ്ങനെ പിന്നെ അവിടെ പുതിയ പെട്രോൾ പമ്പ് വന്നു. ഇതാ കാണുന്നു പെട്രോൾ പമ്പ് വന്നു. റെസ്റ്റോറന്റ് 2-3 എണ്ണം. നമുക്ക് വേണേ അവിടേക്ക് പോവാം. നമ്മുടെ ഹൈവേ ഇവിടെ നിന്നുകൊണ്ട് അവിടെ നിന്ന് കാണാം അല്ലേ? പിന്നെ അടിപൊളിയാ. വടക്കുമുറി പാടം. ഇവിടുന്ന് അങ്ങനെ റോഡ് ഉണ്ട് കേട്ടാ. അങ്ങനെ റോഡ് പോവാം. അല്ല അവിടെ നേരെ കാണുന്നുണ്ടല്ലോ. എവിടെ? ഇത് കടലൂരിൽ നിന്ന് വരുന്ന റോഡ്. ഇതിങ്ങനെ വന്ന് ഇത് കോഴിക്കോട് പോണ റോഡ്. ആൾക്കാർ കച്ചറ കൊടുത്തിട്ട് നോക്കിയേ. ക്യാമറ ഒക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ. ഇതാണ് ആ റോഡ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു വയമ്പ് റെസ്റ്റോറൻ്റ് ഉണ്ട്. വയമ്പ് ഞാൻ ഭക്ഷണം അതിൽ കഴിച്ചിട്ടില്ല. പിന്നെ ഇത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൻ്റെ അതിർത്തി പ്രദേശമാണ്. അവിടെ ക്യാമറ ഉണ്ട്. ഇവിടെ ഒരു പുതിയ പെട്രോൾ പമ്പും ഉണ്ട്. എന്താ പുതിയൊരു പെട്രോൾ പമ്പ്. ഇപ്പം അടുത്തൊരു 5-6 മാസമായിട്ടുള്ളൂ ഈ പമ്പ് വന്നിട്ട്. ഇവിടുന്ന് 5 കിലോമീറ്റർ ഇങ്ങോട്ട് പോയാൽ ചങ്ങരംകുളം. ഇനിയിപ്പോൾ നമ്മളിത് കല്ലുംപുറം റോഡാണ്. കടവല്ലൂരിൽ നിന്ന് ക്ഷേത്ര റോഡ്. അവിടെ നിന്ന് കല്ലുംപുറം കുന്നംകുളം പോണ റോഡാണ്. അങ്ങനെ ഇതാണ് കടവല്ലൂർ സ്കൂൾ സ്റ്റോപ്പ്. ഇതാണ് കടവല്ലൂർ സ്കൂൾ സ്റ്റോപ്പ്. ഇനി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നോക്കിയേ. ഇവിടെ കടവല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് പുതിയത് കണ്ടാ. പുതിയത് അടുത്ത് ഉദ്ഘാടനം കഴിഞ്ഞതാ. ഇത് ഇത് കല്യാണ മണ്ഡപം കമർ പാലാസ് കാണണ്ട. അല്ല ഇത് കുറച്ചു കാലമായി. കുറച്ച് ഏകദേശം പോലായി. അങ്ങനെ നമ്മള് കല്ലുംപുറത്തുനിന്ന് തിരിച്ച് നമ്മുടെ കടവല്ലൂർക്ക് പോവാ. കല്ലുംപുറത്തുനിന്ന് പഴഞ്ഞി റോഡ് ഇതാ തിരിച്ചു. അയ്യോ ഇതാണ് കല്ലുംപുറം സെന്റർ. ഇവിടെ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഇവിടെ കേട്ടാ. അങ്ങനെ ഇനി ഞങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതാണ്. അതെ. അപ്പോൾ ഇനി വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ ഒന്ന് സഹായിക്കുക. ഓക്കെ, ബൈ.